ഏതാണ് പണയം കളിച്ച് എന്താ അത് അങ്ങോട്ടെ ഒക്കെ പോത്ത് കുട്ടികളെ പോത്ത് കായേ എന്താ മലയാളി കായല്ല പുഗ്ഗ 40-40 അല്ല ഞാനാ പറഞ്ഞില്ല നിങ്ങളോട് നിങ്ങൾ പറഞ്ഞില്ലെന്നോ ഞാൻ പറഞ്ഞെടുക്കും അതെ അതാ ഈ സൈസിനാ മാറ്റം പറയില്ലെന്നോ എന്നാ 45,000 ഉറുപ്പിക എടുത്താൽ വില പറഞ്ഞുതരാം ഈ കണ്ണും പേർ നോക്കി അയാളെ കായ് അപ്പൊ ബാക്കില്ല അല്ലടോ അത് ബാക്ക് കണ്ടാലോ കണ്ണും മോറുണ്ടത് അല്ല ഇതിന്റെ പിന്നെ കണ്ടാലോ മഴ പെയ്യോ മഴ അല്ല പെയ്യണ് പെയ്യോന്നെന്താ ചോദിക്കാനുള്ളത് എന്താ എന്താ ഇപ്പൊ മുരുകുട്ടികളൊക്കെ പറയണേ എല്ലാ 5 പേര് പറയും 15 തന്നെയാ പൊട്ടിച്ചു കൊടുക്കുക പൊട്ടിക്കാതെ എങ്ങനെ കൊടുക്കും പൊട്ടിച്ചു കൊടുക്കും നല്ല വളർത്തു കുട്ടികൾ നോക്കി നല്ല ലാസ്റ്റ് ഇപ്പൊ എങ്ങനെ കൊടുക്ക എത്ര 1000 പിടിച്ചു കൊടുത്തോളാം 1000 പിടിച്ചു കൊടുത്തോളാം 1000 അവിടെ പിച്ചളെ 1000 കുറച്ച് കൊടുക്കാം 1000 ചുട്ട 1000 ചുട്ടി കൊടുക്ക 15,000 വേണം നല്ല വളർത്തു കുട്ടികൾ ബിരിയാണിക്കാണ് പറ്റിയതാ അതെ ബിരിയാണിക്കാണ് പറ്റിയതാ ഇവിടെ 2 ആള് പോത്തിനെ പിടിച്ച് നിൽക്കുന്നുണ്ട് പോത്തിനെ പിടിച്ചിരിക്കുന്നുണ്ട് ഉമ്മർക്ക എന്താ വില പറഞ്ഞു 2 വേണ എന്താ വില പറഞ്ഞു പോത്ത് 2.25 3.25 പറഞ്ഞു നല്ല 2.25 ജയിക്കുള്ളൂ മേനി അത് നിർത്തി നിങ്ങളെന്തിനു കാണില്ല നിങ്ങളെ കട്ട് ചെയ്തിട്ടാണ് എടുക്കണ് എന്നിപ്പോ വില നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും ഒന്നിരിക്കൽ 2.25 അല്ലെങ്കിൽ 3.25 ഏതെങ്കിലും ഒന്നും ഓർപ്പിക്കും ആ തോണി വില പറയില്ല എത്ര പറഞ്ഞു ഇവിടെ ആൾക്കാരൊക്കെ വില കേൾക്കാൻ വേണ്ടി ഒക്കെ ഉണ്ട് കറുപ്പട്ട എത്ര വില 1.60 അപ്പൊ ഇത് പല വിലയാണല്ലോ പറയണത് ഒന്നും വിശ്വസിക്കാൻ വയ്യ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഇതാണ് മുതലാളി ഇത് മുതലാളിനിപ്പോ ഇനിയിപ്പോ എല്ലായിടത്തും കാണും പിന്നെ മുതലാളിനിപ്പോ എല്ലായിടത്തും കാണും അപ്പൊ മക്കളൊക്കെ വിളിക്കൂ അല്ല ചന്തയിൽ കന്നും കൊടുക്കണ്ട അത് ചിന്ന മുതലാളി 1.60 കുറച്ചും കൂടി ഉണ്ട് അടിക്ക് ഇറങ്ങാണ്ടാവുമല്ലോ ആ പറച്ചല് ഒരു പോത്തുകുട്ടി എല്ലാത്തിനും ഫോട്ടോ എടുത്തിക്കണ് നിങ്ങൾ അതിന്റെ വില കണ്ടിട്ട് ഇത് പറയണ്ട എന്തായാലും ഇവിടെ പല വിലയും പറയൂ നിങ്ങൾ കൊടുക്കേണ്ട വില ആണ് പറഞ്ഞോളി സ്വകാര്യത്തി പറഞ്ഞോളി $25 കിട്ടിയപ്പോ നിങ്ങള് കൊടുക്കൂ അതാവും അല്ലേ അവിടെ പറയേ നമ്മക്കറിയാലപ്പോ ഇത് കറുപ്പേട്ട എന്തിനാ അതിന്റെ പിന്നാലെ നടക്കണ് അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങളിലാളുണ്ടാ അല്ല അവിടെ ഉള്ള തന്നെ ഞാൻ തോത്തില് വെച്ചല്ലേ ഒക്കെ പാടത്താം ആ 3 കുട്ടികളുണ്ട് കേട്ടാ കൊമ്പ് വലിപ്പുള്ള വരുന്ന ചന്തര് ഇപ്പൊ കഴിയും പോത്തളൊക്കെ ഇപ്പൊ തീരും പണയമുറി പറഞ്ഞാലൊന്നും ഇപ്പൊ ഇതിൽ കാണുന്ന ആൾക്കാർക്ക് പണയമുറി അറിയില്ല.
നിങ്ങളാ മലയാള ഭാഷ പറഞ്ഞു 45,000. ആ അവിടെ പറയും 38,000 ചോദിച്ചു കൊടുത്തിട്ടില്ല. 38,000 ചോദിച്ചിക്കണ്. അല്ലോ ആരും ഒരു നാലാണെങ്കിലും ചോദിച്ചില്ല 40 ഉറുപ്പ്യ എന്നാണ്. അതെ ഒരാളും ചോദിച്ചില്ല എന്ത് വരെ ഇന്ന് വരെ ഒരാളും ചോദിച്ചില്ല. എങ്ങനെ ചോദിക്കുക? ഒരാളും ചോദിച്ചില്ല. അല്ല എങ്ങനെ ചോദിക്കാന്ന് എന്താ പഴന്മാർക്ക് പറ്റിയില്ല ഇന്ന് വരെ ഒരാളും ചോദിച്ചില്ല. എല്ലാവരും പറയണ്ടല്ലോ പെരുന്നാളിന് വില കൂടുതൽ 500, 600. കോയർത്തിന് വില ഉണ്ട് ഇവിടെ 300, 350 ഇവിടെ മേടിക്കുന്ന കന്ന്. അതെ അല്ലേ? ആ എല്ലാവരും പറഞ്ഞ 600 വിലയുണ്ട്. അല്ല അതൊക്കെ ഇതിപ്പോ എത്ര പറഞ്ഞു? 40. ഇത് 40 പറഞ്ഞു. ലാസ്റ്റ് എത്ര കൊടുക്കുക നിങ്ങള്? 36 റുപ്യക്ക്. ലാസ്റ്റ് 36 അത്ര. ഇല്ലല്ലേ ഇതില് പബ്ലിസിറ്റി അല്ലല്ലോ പോണേ. അടുത്ത 5 നാള് വരെ നിർത്തേണ്ടി വരും. പിന്നെ അടുത്ത 5 നാള് വരെ നിർത്തേണ്ടി വരുമോ? ആരപ്പ പോത്ത്? 27 ചോദിച്ചു. ആരുടെയും കണ്ണട വിട്ടുവരും. പെരുന്നാൾക്കാളെ ഈ അടുത്ത പെരുന്നാൾ വരെ നിർത്തേണ്ടി വരും. ചോദിക്കില്ലല്ലോ. ആ എങ്ങനെ 45 50 പറയണം. നല്ല 45 കിട്ടുള്ളൂ. ഇതേ 45 കിട്ടണമെങ്കിൽ എപ്പോഴും 50 പറയണം. 5 ഉറുപ്പ്യെങ്കിലും ആൾക്കാർ കുറച്ചിട്ടല്ലേ ചോദിക്കാം. ഇവിടുത്തെ ഈ ബലിക്കാക്കളെന്ന് പറഞ്ഞേക്കെന്താ ഏതാ? ആ പൊരുത്തേരി അതൊക്കെ പോയിക്കോളും. അതുണ്ടെങ്കിൽ ഈ കൊള്ളനൂര് തന്നെ നേരെയുള്ളൂ. ഒറ്റ പോകണം. 50 പൈസ കച്ചവടം നടത്തില്ല. ആ തന്നെ മേടിച്ചുണ്ടെങ്കിൽ വളർത്തിയാലേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. എന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലോ ഇവിടെ വന്ന അവരെ ഒപ്പിലേര് 500 ആണ്. ആ തന്നെ ഇതിനെ പോലെ അസത്ത് സാലിവ മൂലിക്കുട്ടി കച്ചവടം നടക്കുന്നുണ്ട്. അത് മാറുതായി കറപ്പട്ട അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കച്ചവടം ചെയ്ത് കൊടുക്കണം. നോക്ക് ലൈവാ പോണ്. മൂലിക്കുട്ടി കച്ചവടം. ആ ഈ രണ്ട് പിരിച്ചു വിറ്റ കായ് കൂടും. പിരിച്ചു വിറ്റ കായ് കൂടും. പിരിക്കല്ലിങ്ങള് കൊടുക്ക്. എല്ലാം പാടെ കൊടുത്താ. നല്ല മഴയും വരുന്നുണ്ട്. പെരുന്നാൾ ചന്ത കേട്ടാ. പെരുന്നാൾ ചന്ത എല്ലാരും വന്നോളി. ഇവിടെ 2 പോത്തും കൂടെ ഉള്ളു. ബാക്കിയൊക്കെ കൊടുത്ത് എല്ലാം പിടിച്ചു കഴിഞ്ഞ് 2 പോത്തുണ്ട്. ചെറിയ വിലക്ക് കൊടുക്കാം. 75,000 പറഞ്ഞത്. പിന്നെ ചെറിയ വില ആക്കാം. മേടിക്കാം. ആവശ്യത്തിന് വന്നിട്ട് ആനെ പറച്ചല് ഇവിടെ ചന്തയിൽ പല വിലയും പറയും. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ചോദിക്കുക. പറ്റുമെങ്കിൽ തരും. എന്റെ കന്നത് 45,000 റുപ്യ പറഞ്ഞത്. ഈ കന്ന് 45,000. 45,000 വെറുതെ അല്ല ചന്തയിൽക്കും കിട്ടാൻ ആരും കയറാത്ത. അങ്ങോട്ട് പോകുന്നുണ്ട്. ചന്തക്ക് എത്തുമ്പോഴത്തേനും ഓടുകയാണേ. വില കേട്ടാ ഒക്കെ ഇറങ്ങി പോവുക. അല്ല മൂപ്പര് വില അറിഞ്ഞേക്ക് ഒരു ചങ്ങായി അവിടെ മുക്കണണ്ടിക്കണ്. എല്ലാത്തിനും ആവുമല്ലോ. എന്തിനാവാത്ത? ആ ഇവിടെ ആകെ പോത്ത് കച്ചോടാ. എന്നാ 8 പോത്തുള്ളത്. പെരുന്നാൾ കായിന് വല്ലാതെ പായുന്നുണ്ട്. എത്ര കച്ചവടം ചെയ്തിടത്തനായിട്ട് പോക്കരുന്ന് കൊട്ടവണ്ടി വിളിക്കും. പൊരുത്തായി ഉണ്ടാവും. ഇന്ന് കായ ഒരു ഉമ്മണിട്ടിക്കണ്. പൊരുത്തായില്ലോ വലിക്കാക്ക. ഇന്ന് നാഷണൽ ഓർബിറ്റിലെ കൊണ്ടുപോകുക കാഴ്ച. തീർച്ചയായിട്ടും 65 മോരുകുട്ടിട്ട് പഠിച്ചോടുത്തു. അതെ 65. അപ്പൊ ചന്തയിൽ ഉണ്ടാവില്ലല്ലോ. കന്നു കഴിഞ്ഞ്. അതെ കന്നു കഴിഞ്ഞ്.
ഇതിങ്ങളെ ഒരു കാര്യങ്ങൾ ചെയ്യണം. പഠിക്കാൻ നിന്നിട്ട് വില പറയില്ല, ആൾക്കാരുണ്ട് കയറി വന്നോട്ടെ. ആ വിഗാണ് ആൾക്കാർ. എങ്ങനെയെന്ന് ചോദിക്കാ ഈ ആദ്യം പറഞ്ഞ പിന്നെ ആൾക്കാർ വിഗല്ലേ വരുന്നവരൊക്കെ. ഇല്ല എന്നാ 55 പറയാല്ലേ. വേണ്ട കായ നോക്കട്ടെ. ഇതിനെങ്കിലും പിടിച്ചൊക്കെ അതെ ഇത് മേടിച്ചെന്നാ, ഇത് മേടിച്ചടാ, ഇത് വില കുറവുണ്ട്. ഇതിന്റെ വില ഒന്നും കൂടി പറഞ്ഞ സ്വകാര്യം പറഞ്ഞു കൊടുത്താല് എത്ര 65? കായക്കാരാതി ഏത് കരാതിയാണാവോ? 36. അത് ശരി. കായക്കാരാതി ഒക്കെ പറഞ്ഞാ നമ്മളതിൽ കാണുന്നവരൊക്കെ അവർക്കറിയില്ല. അതല്ല പറഞ്ഞത്. ഇതിപ്പോ എത്ര? ആ 34. അപ്പൊ ഇതിനാ കൂടുതൽ, ഇതിന് കുറവാ? കൊടുത്തുട്ടോ. ആ അതെ 34 കൊടുത്താ. എന്നാ മേ വണ്ടി കയറ്റിക്കോ. വീഡിയോയിൽ കണ്ടിട്ട് അതിന് എനിക്ക് മേടിച്ചു തരും പറഞ്ഞിട്ട് വിളിച്ചാൽ വിളിക്കും, അത് ഇടക്ക് വിളിക്കും, പറയാൻ പറ്റില്ല.